വായിൽ വരുന്ന എന്തും വിളിച്ചു പറയാമെന്നും അവസാനം മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അവസാനിക്കും അല്ലെങ്കിൽ അവസാനിപ്പിക്കുമെന്ന് വിചാരിക്കുന്ന ആ ഒരു പ്രവണത അത് തെറ്റായ പ്രവണതയാണ്. പറഞ്ഞു വരുന്നത് ജാൻവിയെ കുറിച്ചാണ്. നമ്മുടെ പ്രധാനമന്ത്രിയെ കുറിച്ച് ചില പരാമർശങ്ങൾ ഈ ജാൻവി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പരാമർശം എന്ന് പറയുമ്പോൾ നിസ്സാരമായിട്ടുള്ള പരാമർശമല്ല. പിതൃത്വത്തെ ചോദ്യം ചെയ്യുകയും സ്ത്രീത്വത്തെ അപമാനിക്കുന്നതിനും തുല്യമായിട്ടുള്ള പരാമർശങ്ങളാണ് ഇവർ നടത്തിയിട്ടുള്ളത്. നമുക്കതൊന്ന് കേൾക്കാം ആദ്യം. എൻ്റെ മുടിയുടെ ഒരു വാക്ക് എനിക്ക് നല്ല കോമഡി ആയിട്ട് തോന്നി. അച്ഛൻ മരിച്ചുപോയി 1947. നരേന്ദ്രമോദിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1950. ഫസ്റ്റ് അവന്റെ സ്വന്തം അച്ഛന് കണ്ടുപിടിക്കട്ടെ. ആ കോമഡി അല്ലേ? 3 വർഷം അമ്മ പ്രഗ്നന്റ് ഉണ്ടാവില്ലല്ലോ. കറക്റ്റ് അല്ലേ? ഞാൻ പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിക്കൂ. 3 വർഷം മുന്നേ അച്ഛൻ മരിച്ചു പോയിട്ട് 3 വർഷം കഴിഞ്ഞിട്ട് എന്റെ ജനിച്ചു പറഞ്ഞില്ലേ. പിന്നെ അമ്മക്ക് കാല് വാശിന്റെ വെള്ളം കുടിക്കണം. ഈ നാട്ടൻ കാണിക്കാൻ എന്റെ ആവശ്യം. ആൾക്ക് വിവരമില്ല. എന്നിട്ട് ഹായ് ഫ്രണ്ട്സ്, ആരാക്കല അവന്റെ ഫ്രണ്ട് രാത്രി വന്നിട്ട് ഹായ് ഫ്രണ്ട്സു. പിന്നെ ഇവിടെ തമ്പാക്കു ഇങ്ങനെ അടിക്കുന്ന തമ്പാക്കു ഉണ്ടല്ലേ, ഇങ്ങനെ കയറുന്നു. ആ തമ്പാക്കു അടിച്ചിട്ട് ഹായ് ഫ്രണ്ട്. നമുക്ക് ഒരാളെ വിമർശിക്കാം, ഒരു പ്രശ്നവുമില്ല. പക്ഷേ ആ വിമർശനം എന്ന് പറയുന്നത് അയാളുടെ പേഴ്സണൽ കാര്യങ്ങളിലല്ല വിമർശിക്കേണ്ടത്. വിമർശനം എന്ന് പറയുന്നത് അത് പ്രധാനമന്ത്രി ആയിരുന്നാലും ശരി, മുഖ്യമന്ത്രി ആയിരുന്നാലും ശരി, ഇനി MLA MP ആരുമാവട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധാരണ ഇൻഡിവിജ്വൽ ആവട്ടെ, അവരെ വിമർശിക്കുമ്പോൾ അവർ ചെയ്തതിനെ അല്ലെങ്കിൽ അവരുടെ പോളിസീസ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ വിമർശിക്കുക. അതാണ് ഒരു ഫെയർ ആയിട്ടുള്ള ക്രിറ്റിസിസം എന്ന് പറയുന്നത്. അതായത് ജനാധിപത്യപരമായിട്ടുള്ള വിമർശനം, അല്ലാതെ ഇതുപോലുള്ള പേഴ്സണൽ കാര്യം എടുത്തിട്ടല്ല ഒരാളെ വിമർശിക്കേണ്ടത്. ഇനി ജാൻവി പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? സത്യമുണ്ട്. നരേന്ദ്രമോദിജി ജനിച്ച വർഷം 1950 അത് ശരിയാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെട്ടുള്ളത് 1989 അല്ലാതെ ജാൻവി പറയുന്ന പോലെ 1947 അതായത് തെറ്റായ ഒരു ഇൻഫോർമേഷൻസ് വെച്ചിട്ടാണ് ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്നതിന് മുൻപ് ഒന്ന് ഫോണൊക്കെ ഉള്ളതല്ലേ, ഗൂഗിൾ ഉള്ളതല്ലേ, ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ഇതുപോലുള്ള വിമർശനങ്ങൾ പറയട്ടെ. അത് മാത്രമല്ല, ഇതുപോലുള്ള വിമർശനങ്ങൾ പറയുന്നത് തെറ്റായ ഒരു കാര്യമാണ്. നമ്മൾ ഏത് പാർട്ടിയുമാവട്ടെ, BJP അല്ലെങ്കിൽ കോൺഗ്രസ്, CPM അല്ലെങ്കിൽ AAP, ഏത് പാർട്ടിയുമാവട്ടെ, പക്ഷേ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ മുഴുവനായിട്ടുള്ള പ്രധാനമന്ത്രിയാണ്. അതുപോലെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അത് ഏത് പാർട്ടിയുമാവട്ടെ, പക്ഷേ ആ സംസ്ഥാനത്തിലെ എല്ലാ ജനങ്ങളുടെയും മുഖ്യമന്ത്രിയാണ് ആ വ്യക്തി. അതുപോലെ തന്നെയാണ് പ്രധാനമന്ത്രിയും. ഒരു രാജ്യത്തിന്റെ മുഴുവനായിട്ടുള്ള ഒരു ആളാണ് പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. അത് പാർട്ടി ഏതാവട്ടെ, അല്ലെങ്കിൽ നമുക്ക് പാർട്ടിയുമായിട്ട് അവരുമായിട്ട് എന്തെങ്കിലും വിരോധമുണ്ട്, ഓക്കെ, അതൊക്കെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യണം. അതായത് ഇവരുടെ പോളിസീസ്, ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ, ഇവർ എന്തെങ്കിലും റോങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ നമ്മൾ വിമർശിക്കണം, ക്രിട്ടിസൈസ് ചെയ്യണം. അതാണ് ജനാധിപത്യത്തിൽ വേണ്ടത്. എന്നാൽ അതേസമയം അതിനൊക്കെ ഒരു പരിധിയുണ്ട്. അതായത് ഇവരെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിൽ ഒരു പരിധിയുണ്ട്. പേഴ്സണൽ കാര്യങ്ങൾ വെച്ചിട്ട് ക്രിട്ടിസൈസ് ചെയ്യാൻ പാടില്ല. ഇത് ചെയ്തിട്ടുള്ളത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പിതൃത്വത്തെ ചോദ്യം ചെയ്യുകയും അതേസമയം സ്ത്രീത്വത്തെ അപമാനിക്കുകയുമാണ് ഇവിടെ ജാൻവി ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സോറി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അവസാനിപ്പിക്കാൻ പറ്റുമോ? പറ്റില്ല. മഹിളാ മോർച്ച പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. മഹിളാ മോർച്ചയുടെ പ്രവർത്തകരെത്തി പരാതികൾ നൽകാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം കൂടെ സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാ സ്റ്റേഷനുകളിലും, കേരളത്തിലുടനീളം എല്ലാ ജില്ലകളിലും എല്ലാ സ്റ്റേഷനുകളിലും നാളെ മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ പരാതികൾ കൊടുക്കുകയാണ്. അതാത് പ്രാദേശികമായിട്ടുള്ള മഹിളാ മോർച്ചയുടെ പ്രവർത്തകർ സ്റ്റേഷനുകളിൽ എത്തിയിട്ടുള്ള പരാതികൾ ഒരു മാതൃകാപരമായിട്ടുള്ള നിയമ നടപടിയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അറിവില്ലായ്മയും ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ആവർത്തിക്കരുതെന്നാണോ, അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്ത് ഉൾപ്പെടെയുള്ള നടപടികൾ വേണമെന്നാണോ? അറസ്റ്റിലേക്ക് നീങ്ങുന്ന തരത്തിലുള്ള നടപടികളാണ് ഞങ്ങൾ മുൻപോട്ട് വെക്കുന്നത്. കാരണം 1-2 വ്യക്തികളല്ല, ഇത്തരത്തിലുള്ള വീഡിയോകൾ പല തവണകളായിട്ട് നമ്മുടെ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അറിവില്ലായ്മ പറഞ്ഞുകൊണ്ടും ആ അറിവില്ലായ്മയുടെ പേര് ചൂഷണം ചെയ്തുകൊണ്ട് ബോധപൂർവമായിട്ടുള്ള ഇത്തരം നടപടികൾ വരുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള പോലീസിന്റെ ഭാഗത്ത് നിന്നുമുള്ള ശിക്ഷാവിധികൾ ഏർപ്പെടുത്തിയെങ്കിൽ മാത്രമേ ഇത് തുടർന്ന് ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു സാഹചര്യം നിലവിൽ വരും. രാജ്യത്തിന്റെ പ്രധാന സേവകനെതിരെ ഇത്തരം രൂക്ഷമായിട്ടുള്ള പരാമർശങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനുശേഷവും സ്വതന്ത്രമായിട്ട് ഈ ഭാരതത്തിലൂടെ തന്നെ വിഹരിച്ച് നടക്കുന്ന സമയത്ത് അതിനെ നീതിയുക്തമായിട്ട് കാണാൻ മഹിളാ മോർച്ചയ്ക്ക് സാധിക്കില്ല. മലയാള ഭാഷയിലുള്ള പരിമിതി അല്ലാന്ന് നമുക്കറിയാം. കാരണം അവര് ആദ്യമായിട്ടല്ല വീഡിയോ ചെയ്യുന്നത്. ഇൻഫ്ലുവൻസർ എന്നാണ് അവരെ സ്വയം വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മലയാളം ഭാഷയിലുള്ള അവരുടെ പ്രാവീണ്യം കുറവ് കൊണ്ടല്ല, കൃത്യമായിട്ടുള്ള ഭാഷയിൽ തന്നെയാണ് അവർ സൂചിപ്പിച്ചിരിക്കുന്നത്. അവിടെ ഉപയോഗിക്കേണ്ട പദങ്ങളെല്ലാം തന്നെ വീഡിയോ അവർ ഡിലീറ്റ് ചെയ്താലും മറ്റു പല മാധ്യമങ്ങളിലൂടെയും ഇന്നും ആ വീഡിയോ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ നോക്കുന്ന സമയത്ത് എത്ര മോശം പരാമർശങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നും, അതും തീർത്തും അടിസ്ഥാനരഹിതമായിട്ടുള്ള പരാമർശങ്ങൾ. അദ്ദേഹത്തിന്റെ പിതൃത്വത്തെ ചോദ്യം ചെയ്യാന്ന് പറയുമ്പോൾ അത്രയ്ക്കും ബേസ്ലെസ് അലിഗേഷൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രവണത, അതിനെ തീർച്ചയായിട്ടും ചോദ്യം ചെയ്യണം. കർശനമായ നടപടികൾ ഉണ്ടാവണം. അറസ്റ്റ് ചെയ്തതിൽ തന്നെ
ഇതിനൊരു പരിഹാരം കാണാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. മാപ്പ് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യം മാപ്പ് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഇവർ പറഞ്ഞതുപോലെ അറിവില്ലായ്മ എന്നൊരു കാര്യം പറഞ്ഞ് ഇവിടുന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. കാരണം ഈ ജാൻവി അടക്കം എല്ലാവരും മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നതാണ്, ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നതാണ്, ഗൂഗിൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായി കിട്ടുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഇൻഫർമേഷൻ തെറ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണെന്ന് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ ഒരു ക്രിറ്റിസിസമേ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ചില ആളുകൾ ചോദിക്കും, ഇത് ജനാധിപത്യ രാജ്യമല്ലേ, എനിക്ക് എന്താ ക്രിറ്റിസൈസ് ചെയ്തൂടെ? ഓഫ് കോഴ്സ് ക്രിറ്റിസൈസ് ചെയ്യണം. എന്നാൽ അത് ഫെയർ ആയിട്ടുള്ള ക്രിറ്റിസിസം ആവണം, ഡെമോക്രസിന്റെ ഉള്ളിൽ നിന്നിട്ടുള്ള ക്രിറ്റിസിസം ആവണം. ഇത് ഒരിക്കലും ഒരു ജനാധിപത്യപരമായിട്ടുള്ള ഒരു വിമർശനമായി കാണാൻ സാധിക്കില്ല. ഇവിടെ പാർട്ടിയൊന്നും നോക്കേണ്ട, അതായത് പ്രധാനമന്ത്രിയാണ്, രാജ്യത്തെ പ്രധാനമന്ത്രിയാണ്, ഈ രാജ്യത്തെ ഓരോ ആളുകളെയും റെപ്രസെന്റ് ചെയ്യുന്ന പ്രധാനമന്ത്രിയാണ്. അങ്ങനെ വരുമ്പോൾ ഇവിടെ BJP ആണ്, അല്ലെങ്കിൽ കോൺഗ്രസ് ആണ്, അല്ലെങ്കിൽ CPM ആണ്, ഒന്നും നോക്കേണ്ട കാര്യമില്ല. പ്രധാനമന്ത്രിയാണ് ഇവർ ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ളത്. അതും ഇതൊരു ജനാധിപത്യപരമായിട്ടുള്ള ഒരു വിമർശനമല്ല. അതുകൊണ്ട് തന്നെ വിമർശിക്കണം, ഫെയർ ആയിട്ടുള്ള ക്രിറ്റിസിസം വേണം, എന്നാലേ അതൊരു ജനാധിപത്യമാവുകയുള്ളൂ. അല്ലാതെ ഇതൊരു ജനാധിപത്യ രാജ്യമാണ്, എനിക്ക് എന്തും പറയാം എന്ന് പറയുന്നത് അത് തെറ്റായ ഒരു പ്രവണതയാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളുകൾക്ക് ശിക്ഷാ നടപടികൾ എടുക്കണം. എന്നാൽ മാത്രമേ ഇതുപോലുള്ള ക്രിറ്റിസിസം അത് പ്രധാനമന്ത്രിയല്ല ആർക്കെതിരെയായിരുന്നാലും ശരി അത് അവസാനിക്കുകയുള്ളൂ. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.